ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നമുക്ക് എല്ലാ രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ക്രിയേറ്റീവ് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ശരിക്കും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫ്രീഡം നമുക്കുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫൈഡ് CBFC സെൻസർ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യം നമുക്ക് വേണ്ടി വരില്ല. അത്രയും നമ്മൾ ഓപ്പൺ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എങ്കിലും അതിനൊരു കൺട്രോൾ വരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം, ഇൻ എ ഗുഡ് വേ ഒക്കെ ചിന്തിക്കുന്ന രീതിയിലായിരിക്കണം സെൻസർ ബോർഡൊക്കെ വച്ചിരിക്കുന്നത് വിചാരിക്കുന്നു. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വന്നത് 21-ന് റിലീസ് ആകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ 21-ന് മുമ്പേ ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്ന ഒരു മൂവി 2 ദിവസം മുമ്പേ സി ഫിലിമിൽ റിലീസ് ആകുകയും ഈ 2 ദിവസത്തിനകത്ത് 48 മണിക്കൂറിനകത്ത് അത് വിഡ്രോ ചെയ്യുകയും ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സത്ലജ് എന്ന പേരിൽ ഇപ്പോൾ റിലീസായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഖല്ലു ഖരാൾ എന്നായിരുന്നു, ദെൻ പഞ്ചാബ് 95 എന്നുള്ള പേരിലായിരുന്നു. പിന്നെയാണത് സത്ലജ് അറിയാമല്ലോ, പഞ്ചാബിലെ റിവറാണ്, 2 സ്ഥലങ്ങൾ ചേർക്കുന്ന ഒരു റിവറാണ്. അപ്പൊ അതുമായി ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവി ആയിരുന്നു. നല്ല മൂവിയാണ്. അത് വെരി സ്ട്രോങ്, വെരി തോട്ട് പ്രൊവോക്കിംഗ്, വെരി ഭയങ്കരമായിട്ട് നമ്മൾ ആക്ച്വലി ആലോചിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ നടക്കാത്ത പ്രശ്നങ്ങൾ നമുക്ക് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നത് ഭൂരിഭാഗം ഇന്ത്യക്കാരും തന്നെ പറഞ്ഞു. ഞാൻ പറയുന്നത് സൗത്ത് ഇന്ത്യൻസ് ആണെന്ന് പറയുന്നത് എല്ലാവരും. പക്ഷേ ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയത്തില്ല. 90s, അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് 90s കാലഘട്ടത്ത് സ്റ്റേറ്റ് സാങ്ഷൻ ജുഡീഷ്യൽ കില്ലിംഗ് ഉണ്ടായിരുന്നു. അതായത് മിലിറ്റൻസ് ആണ് കുറച്ച് പേര്. ആ സമയത്ത് അറിയാമല്ലോ, പഞ്ചാബിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ കാരണം കുറച്ച് പേര് തീവ്രവാദികളാണ്, കുറച്ച് പേര് നോർമൽ ആൾക്കാരാണ്. അപ്പം അവരെ എത്രയും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ സർക്കാർ കുറച്ച് ഇളവുകളൊക്കെ കൊടുത്തിട്ടിരുന്നു. പഞ്ചാബ് പോലത്തെ ഒരു സ്ഥലത്താണ് അത് കൊടുത്തിരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ആൾക്കാരെ കാണാതാവുകയും പിന്നീട് അത് മനസ്സിലാക്കുന്നുണ്ട് അവർ നോർമൽ ആൾക്കാരാണ്. അവരെ ആക്ച്വലി, അതായത് അന്നത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ നമ്പർ ഓഫ് മിലിറ്റൻസ് യു കിൽ, ദ ഈസിയർ യു ഗെറ്റ് ഇൻ എ ഹയർ പൊസിഷൻ. എത്രത്തോളം ടെററിസ്റ്റുകളെ നിങ്ങൾ കൊല്ലുന്നു, അത്രത്തോളം നിങ്ങൾക്ക് ഹയർ പൊസിഷനിലേക്ക് നിങ്ങളുടെ അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നുള്ളതാണ്, നിങ്ങൾ ഒഫീഷ്യലി അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്ന സാധനം. അതുകൊണ്ട് എന്താ, ഹയർ ഒഫീഷ്യൽസ് ആകാൻ വേണ്ടിയിട്ട് പലർക്കും ശമ്പളം കൂട്ടി കിട്ടാനും, അതായത് കോൺസ്റ്റബിൾ ആയിരിക്കുന്ന ആൾക്ക് SI ആകാനും അതിന്റെ മേലോട്ടൊക്കെ പോകാനും വേണ്ടി നമ്പർ ഓഫ് മിലിറ്റൻസ് ആണ് വേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ സാധാരണക്കാരെ കൊന്നൊടുക്കുകയും അവരുടെ പേരുകൾ ആരാന്ന് പോലും അറിയിക്കാതെയും ഒക്കെ ചെയ്യുന്ന വളരെ മോശമായിട്ടും രൂക്ഷമായിട്ടുള്ള സംഭവം നടന്നുകൊണ്ടിരുന്ന ഒരു സമയം പഞ്ചാബിനുണ്ടായിരുന്നു എന്ന് കാണിക്കുകയായിരുന്നു സത്ലജ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവി. ഹണി ട്രഹാൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു. നമ്മളെ ഡൽഹി ബല്ലി, ഉഡ്താ പഞ്ചാബ് എന്നുള്ള സിനിമകളുടെ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടെയായിരുന്നു. പിന്നെ നമ്മുടെ മലയാളത്തിലെ ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും കൂടിയായിരുന്നു പുള്ളി. പിന്നെ റാത്ത് അക്കേലി ഹെ എന്ന് പറയുന്ന സീരീസിലൂടെയാണ് പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പുള്ളി ചെയ്തത് സത്ലജ് ആണ്. ദിൽഷിത് ദോഷജ്, അദ്ദേഹം പഞ്ചാബിലെ തന്നെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാർ ആണ്. പുള്ളി സാധാരണ കുറച്ച് കമേഴ്ഷ്യൽ, കുറച്ച് ഫണ്ണി ഒക്കെ ആയിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡ് മൂവീസ് ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ആദ്യമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പുള്ളി ചെയ്ത ഒരു ക്യാരക്ടറാണ് ജസ്വന്ത് സിംഗ് ഖൽറ. ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റിനെ കാണാതാവുകയും പുള്ളിയുടെ ആ ഒരു മിസ്സിംഗ് കേസ്, അത് ശരിക്കും മിസ്സിംഗ് അല്ലായിരുന്നു, ഹി വാസ് കിൽഡ്. അത് വളരെ കൃത്യമായിട്ടും ബൈ ദ ഒഫീഷ്യൽസ് ഇറ്റ്സെൽഫ്, ബിക്കോസ് ഹി വാസ് റേസിംഗ് ഹിസ് വോയിസ് അഗെയിൻസ്റ്റ് ദ കോമൺ പീപ്പിൾ. നാട്ടുകാർക്ക് വേണ്ടി, അവരുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, എത്രയോ അധികം ആൾക്കാർക്ക് വേണ്ടിയിട്ട്, കാണാതായ ആൾക്കാരുടെ പേരുകൾ പോലും മനസ്സിലാക്കാതെ പാരന്റ്സ് ഇപ്പോഴും ജീവനോടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ദിൽജിത്ത് ആയിരുന്നു അതിന്റെ ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. ജസ്വന്ത് സിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണാത്ത വേറൊരു വശം പല സ്റ്റാർസിനും ഒക്കെ ഉണ്ട് എന്ന് കാണിച്ചിരുന്നത് വേറൊരു കാര്യമാണ്. അർജുൻ റാംപാൽ, ദുരന്തർ എന്ന് പറയുന്ന സാധനം നമുക്ക് അർജുൻ റാംപാലിന് ഓർമ്മ വരുന്നൊരു സാധനമാണ്. അങ്ങനെ അത്രയും ഗ്രൂസമായിട്ടുള്ള ഒരു വില്ലൻ പ്ലേ ചെയ്ത പുള്ളി ഇതിനകത്തൊരു സിറ്റി ഓഫീസറായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. സോ ഈ വേറെ ലെവലിൽ പുള്ളി എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യം കാണിക്കുന്ന ഒരു മൂവി കൂടെ തന്നെയാണത്. പിന്നെ കവൽജിത് സിംഗ്, ഹി ഓൾസോ ഹാവ് ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണ്, അറിയാമായിരിക്കും എല്ലാവർക്കും. സുവിന്ദർ, ഗീതിക, ഈ പറഞ്ഞവരാണ് അതിന്റെ ലീഡിംഗ് റോൾസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഒത്തിരി പ്രശ്നങ്ങൾ സെൻസർ ബോർഡ് പരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇറ്റ്സ് ഷോയിങ് ദ ട്രൂത്ത്, അല്ലെ?
ഭയങ്കര സ്ട്രെങ്തോടു കൂടെ ഭയങ്കര നഗ്നമായ സത്യം കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഗവൺമെന്റ് സൈഡിൽ നിന്നും അത് വിഡ്രോ ചെയ്യാനൊക്കെ പറയുകയാണെന്നുള്ളത്. പക്ഷെ ഇന്ത്യക്ക് മാത്രം അത് വിഡ്രോ ചെയ്തിട്ടുള്ളൂ. സീ ഗ്ലോബലി നിങ്ങൾ പുറത്തുള്ള ആൾക്കാർക്ക് അത് കാണാൻ പറ്റും. അത് ഇത്രയും ഭയങ്കര ഒരു സംഭവമായത് ഇവരെല്ലാം കൂടെ ചേർന്ന് അതിനെ വലിയൊരു സംഭവമാക്കുകയും മാറ്റുകയും ചെയ്തു. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ എന്റെ ഡയറക്ടർ തന്നെയാണ്. പിന്നെ റോണി സ്ക്രൂവാല, അഭിഷേക് ചോബെ ഇവരൊക്കെയാണ്. പിന്നെ ലഗാൻ, ഡോൺ എന്ന സിനിമകൾക്കൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ബയോപിക്, ഒരു കാളെ കുറിച്ചുള്ള ബയോപിക് അല്ല കഥ പറയുമ്പോഴത്തേക്ക് അത്രയും നല്ല ടെക്നീഷ്യൻസ് കൂടെ എന്ന് പറഞ്ഞത്. സിനിമാറ്റോഗ്രാഫർ ആയാലും എഡിറ്റർ ആയാലും ശരി. ഓക്കെ, സിനിമാറ്റോഗ്രാഫിയെ കുറിച്ച് പറയുമ്പോൾ ഡോൺ, ലഗാൻ എന്നിങ്ങനെ വളരെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്ത് നമ്മുടെ സ്വന്തം മലയാളിയായ KU മോഹനാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ. ദെൻ ദ ലെജൻഡറി ശ്രീകർ പ്രസാദ് ആണ് ഇതിന്റെ എഡിറ്റിംഗ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു എന്താ പറയുക സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമ, ഈ ഒരു ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആക്ടിവിസ്റ്റിന്റെ ഒരു ലൈഫ് പുറം ലോകം കാണാൻ വേണ്ടിയിട്ട് ഇവർ എത്രത്തോളം ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു, അത്രത്തോളം ഇത് പുറത്തറിയപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗുരുദ്വാര ഉൾപ്പെടെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീ ഗ്ലോബലിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഓൾറെഡി ഡൗൺലോഡ് ചെയ്തവർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുള്ളവർക്കൊക്കെ മൂവി കാണുന്നുണ്ട്. ഇതിൽ ഗുരുദ്വാര ഉൾപ്പെടെ കാനഡയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇന്ത്യയിൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങൾ, രാജസ്ഥാനിലും ഇന്ത്യയിലും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഗുരുദ്വാര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പടത്തിന്റെ സ്ക്രീനിങ് സംഭവിക്കുകയും ഇത്രത്തോളം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഈ നാട്ടുകാരോട് ആ സമയത്ത് ഉണ്ടായിരുന്ന സർക്കാർ ചെയ്തിരുന്ന ആ ദുഷ്ട കാര്യങ്ങളും മറ്റുമൊക്കെ പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, മനസ്സിൽ കുറച്ച് വേദനയൊക്കെ തരുന്ന സ്റ്റെല്ലാർ പെർഫോമൻസോടുകൂടെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച്, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഒരു മൂവിയാണിത്. സോ താങ്ക് യു സോ മച്ച്.